ഹലോ എവരിബഡി, ഞാൻ റിസ സിഗ്രിയാസ്. എല്ലാവർക്കും മൈക്കിൾസ് മൈറ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ പ്രിപ്പറേഷനാണ്, ഭിണ്ടി ആലു മസാല. ഇത് ചപ്പാത്തിക്കും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ടുള്ള ഒരു ഐഡിയൽ പ്രിപ്പറേഷനാണ്. ഇതിൻ്റെ കുക്കിംഗ് ടൈം ഒരു 10 to 15 മിനിറ്റ്സ് എടുക്കുള്ളതാണ്. ഇതിനുള്ള ചേരുവകൾ എന്തെല്ലാമാണെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. ഭിണ്ടി ആലു മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 250 ഗ്രാം വെണ്ടയ്ക്ക. അത് സാമാന്യം വലിപ്പത്തിൽ വേണം കട്ട് ചെയ്യാൻ. നമ്മൾ മെഴുക്കുവരട്ടി വെക്കുന്നത് പോലെ അത്രയും കട്ടി കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് ഒരു 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ, ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ടി കുറഞ്ഞരിഞ്ഞു വെച്ചിരിക്കുന്നു, ഒരു 3-4 വെളുത്തുള്ളിയുടെ അല്ലി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു, 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു, ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു, ഒരു കുറച്ച് കറിപ്പത്ത അതായത് കരിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഗ്യാസ് ഓൺ ചെയ്തു. ഇതിലൊരു സ്വല്പം വെള്ളമുണ്ട്, ആ വെള്ളം തീരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പാൻ ചൂടായി. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായി. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ജീരകം ഇടുന്നു. ജീരകം മൂത്ത് ഇതിലേക്ക് ഞാൻ ആദ്യം വെളുത്തുള്ളി ഇടുന്നു, അതിനുശേഷം പച്ചമുളക് ഇടുന്നു, അതിനുശേഷം ഇഞ്ചി ഇടുന്നു, ഇതിന് ശേഷം സവാള അരിഞ്ഞ് വെച്ചിടുന്നു. ലാസ്റ്റ് കറിപ്പത്ത അരിഞ്ഞ് വെച്ചതിടുന്നു. ഇത് ലൈറ്റ് ബ്രൗൺ ആകുന്ന വരെ നമുക്കിനി വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഒനിയൻ ചെറുതായിട്ട് ബ്രൗണായി. ഗ്യാസ് ഞാൻ സിമ്മിൽ വെക്കുന്നു. വേഗം തന്നെ മുളക് പൊടി, മഞ്ഞൾ പൊടി, ഗരം മസാലപ്പൊടി ഇട്ടു. ഈ മുളക് പൊടിയുടെയൊക്കെ റോ സ്മെല്ല് പോയി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ തക്കാളി ഇടുന്നു. അതിനുശേഷം 1/4 ടീസ്പൂൺ ഉപ്പിടുന്നു. ഒരു 3 മിനിറ്റ് നമുക്ക് ഒന്ന് മൂടി വെക്കാം. ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെച്ചു. തക്കാളിയും വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചിടുന്നു. ഉരുളക്കിഴങ്ങ് ഇടുന്നു. നിങ്ങളുടെ വീട്ടിൽ ഡയബറ്റീസ് ഉള്ളവരുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇടണ്ട. അതിന് പകരം വെണ്ടയ്ക്കയുടെ ക്വാണ്ടിറ്റി, അതായത് അളവ് കൂട്ടണം. ഇതിൽ വെള്ളം ഒട്ടും ഒഴിക്കരുത്. സിമ്മിൽ വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കുന്നു. ഒരു 2 to 3 മിനിറ്റ്സിൻ്റെ ഇടയ്ക്ക് വന്ന് നമ്മളിത് മിക്സ് ചെയ്യണം. ഒരു 7 to 8 മിനിറ്റ്സിൽ ഇത് കുക്കായിക്കോളും. ഇത് കണ്ടിട്ട് ഇതെന്തെന്നാണ് തോന്നുന്നത്. വെണ്ടയ്ക്ക വേകാൻ ഒട്ടും സമയം എടുക്കത്തില്ല, പക്ഷേ ഉരുളക്കിഴങ്ങിന് സ്വല്പം സമയം എടുക്കും. ഉരുളക്കിഴങ്ങ് വെന്തോന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. ഇനി ഞാനിത് മൂടി വെക്കുന്നില്ല. ഇതിനൊരു ചെറിയ എഴച്ചിലുണ്ട്. അത് എഴച്ചിൽ മാറാനായിട്ട് നമ്മൾ ഇനി ഇത് തുറന്ന് വെച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. 4 മിനിറ്റ് ഇത് ഞാൻ തുറന്ന് വെച്ച് ഫ്രൈ ചെയ്തെടുത്തു. ഇതിൻ്റെ ആ വെണ്ടയ്ക്കയുടെ എഴച്ചിലെല്ലാം മാറി. ഇതിൻ്റെ കളർ കണ്ടാലും നിങ്ങൾക്കറിയാം. കുക്ക്ഡ് വെൽ ആൻഡ് റെഡി ടു സേവ്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നു. നമ്മുടെ ഭിണ്ടി ആലു മസാല തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
താമസിയാതെ വേറെ ഒരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.